വയനാട്ടിലെ 51 കുടുംബങ്ങൾ ഒരുക്കിയ വിരുന്നിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടോ. ഞാൻ കണ്ട സന്തോഷം നിറഞ്ഞ കാഴ്ചകൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കണേ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന 105 വീടുകളിലെ 51 വീടുകൾ കഴിഞ്ഞ ഫെബ്രുവരി 28 കൈമാറിയിരുന്നു. സ്വന്തം സ്വപ്നഗ്രഹത്തിൽ ഒരുക്കേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്ന തിരക്കിലായിരുന്നു അവർ ഇത്രയും ദിവസം. സൗകര്യങ്ങൾ വീട്ടിലൊരുക്കുന്നതിനായിട്ടുള്ള സമയവും കുട്ടികളുടെ പരീക്ഷാകാലവും ഒക്കെ കഴിഞ്ഞ് 2026 ഏപ്രിൽ 27 ഇന്നലെ അവർ ചെറിയൊരു വിരുന്ന് സംഘടിപ്പിച്ചു. ഒരു ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടോ. ഇതുപോലെ ഒരുപാട് കാഴ്ചകളും ഇന്നലെ ഇവിടെ കാണാൻ സാധിച്ചു. ഉറ്റവരെയും ഉടയവരെയും സ്വന്തം വീടും ഭൂമിയും മറ്റു വസ്തുക്കളും എല്ലാം നഷ്ടപ്പെട്ട ഒട്ടനവധി മനുഷ്യരെ അവരുടെ സങ്കടങ്ങളെല്ലാം മറന്ന് അധികം സന്തോഷത്തോടെ അവർക്കൊക്കെ ലഭിച്ച വീടുകളിൽ അവരുടെയൊക്കെ മതാചാര പ്രകാരമുള്ള കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് അവരുടെ സ്വന്തം വീട്ടിൽ കയറിയിരുന്ന ഒരു ദിവസം. ആ 51 വീടുകളിലെ 33-ാം നമ്പർ വീടാണ് കേട്ടോ അത്. അച്യുതം. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞങ്ങളൊക്കെ ഈ വീട്ടുകാർ വരവേറ്റത് കേട്ടോ. ഓരോ വീടിന്റെ അകത്തളവും അവരവരുടെ കഴിവിന്റെ പരമാവധി മനോഹരമാക്കാൻ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. വിശാലമായ ഡൈനിങ് ഹാളും സോഫ സെറ്റിയും ഡൈനിങ് ടേബിളും 3 ബെഡ്റൂമുകളും 2 ബാത്റൂമുകളും ഒക്കെ ആയി സൗകര്യങ്ങളുള്ള വീടുകളിൽ എല്ലാവരും ഡബിൾ ഹാപ്പിയാണ് കേട്ടോ. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ പ്രചരണത്തിനിടെ ഇനി നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്ന സ്ഥലം ഞങ്ങളുടെ വിപ്ലവ സമര ഭൂമിയാണെന്നും ഇവിടെയുള്ള വീടുകളിൽ നിങ്ങൾക്ക് വോട്ട് ചോദിക്കുവാൻ അവകാശമില്ലെന്നും പറഞ്ഞ് UDF സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവരെ തടയുന്ന സഖാക്കളുടെ ഒരു വീഡിയോ വയനാട്ടിലെ വൈത്തിരിയിലെ തോട്ടം ഭൂമിയിൽ നിന്നും വന്നത് നമ്മളൊക്കെ കണ്ടതാണ്. തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് ആരൊക്കെ പ്രവേശിക്കണം എന്നതിന് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന റവന്യൂ മന്ത്രിയുടെ പാർട്ടി അവിടെ താമസിക്കുന്നവരോട് എന്തുമാത്രം ഉടമസ്ഥ മനോഭാവത്തിലായിരിക്കും പെരുമാറുക എന്ന് അപ്പോഴാണ് ഓർത്തത്. ഇവിടെയാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടി വ്യത്യസ്തമാകുന്നത്. വയനാട് ദുരന്തബാധിതർക്ക് പാർട്ടി പിരിച്ചെടുത്ത പണം ഉപയോഗിച്ചുകൊണ്ട് 105 വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിൽ 51 വീടുകൾ പൂർത്തിയായി ഉടമസ്ഥർക്ക് കൈമാറുന്ന അവസരത്തിൽ അതിനെ താക്കോൽദാനം എന്നുപോലും പറയാതെ താക്കോൽ കൈമാറ്റം എന്ന് പറഞ്ഞൊരു പാർട്ടി. വീടുകൾ അതിന്റെ ഉടമസ്ഥർക്ക് നമ്മൾ കൈമാറി കഴിഞ്ഞിരിക്കുന്നു എന്നും ഇനി അതിന്റെ പരിപൂർണമായ അവകാശം അവർക്ക് മാത്രമാണെന്നും ഗൃഹപ്രവേശന ചടങ്ങുകളിൽ പാർട്ടി അംഗങ്ങൾ കൂട്ടമായി വരരുതുമെന്നുള്ള നിർദ്ദേശം സർക്കുലറായി നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനം. ഈ വീട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് നടത്തിയ ഗൃഹപ്രവേശന കർമ്മത്തിൽ പോലും സാന്നിധ്യമായി ഉണ്ടായിരുന്നത് മുതിർന്ന നേതാക്കളും പദ്ധതിയുമായി നേരിട്ട് ബന്ധപ്പെട്ട നേതാക്കളും മാത്രം. മുസ്ലിം ലീഗ് ചെയ്യുന്നത് ഒരു ഔദാര്യമല്ലെന്നും അത് സഹജീവികൾക്ക് അവകാശപ്പെട്ടതാണെന്നുമുള്ള സ്നേഹവും കരുതലും ഓരോ വാക്കിലും പ്രവൃത്തിയിലുമുണ്ട്. ഇത്രത്തോളം സൂക്ഷ്മത എല്ലാവരും പാലിച്ചു. ഓരോ മനുഷ്യനും അവർക്കായി ചെയ്തു കൊടുത്ത ഔദാര്യത്തിന്റെ കണക്ക് പറഞ്ഞ് അവരുടെ നിസ്സഹായ മുഖം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രചരണത്തിന്റെ ശരികേടുകളെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഇത്രമേൽ വലിയൊരു പുനരധിവാസം ഇതിനു മുൻപ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് വിരലിലുണ്ടാവുന്ന തരത്തിൽ വീടുകൾ നിർമ്മിച്ച പലതരം സംഘടനകളുണ്ട്. അത്തരം വീടുകളിൽ ദുരന്തബാധിതർ നേരത്തെ താമസിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. പക്ഷേ 51 കുടുംബങ്ങൾ ഒറ്റയടിക്ക് ഒരു തണലിലെത്തുക എന്നതിന് ഏറെ പ്രാധാന്യമുണ്ട്. ദുരന്തത്തിന് പിന്നാലെ സജീവമായ രീതിയിൽ തന്നെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് മുസ്ലിം ലീഗ്. പശ പോലെ ഒട്ടിപ്പിടിക്കുന്ന മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തിയ വൈറ്റുകാട് മുതൽ ധനസമാഹരണത്തിൽ കാര്യമായ ഇടപെടൽ നടത്തിയ KMCC വരെ നീളുന്ന ധാരയുണ്ട് മുസ്ലിം ലീഗിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ. മുസ്ലിം ലീഗ് അന്ന് പ്രഖ്യാപിച്ചത് ദുരന്തബാധിതർക്കായി 105 വീടുകളാണ്. തൃക്കൈപ്പറ്റയിൽ 2 ഇടങ്ങളിലായി ഇതിനു വേണ്ട സ്ഥലവും കണ്ടെത്തി. തോട്ടഭൂമി എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലുള്ള വിവാദത്തിന്റെ തുടക്കമായിരുന്നു അത്. ഇത്തരം പ്രതികൂല സാഹചര്യത്തിലും മുസ്ലിം ലീഗ് നിർമ്മാണം തുടങ്ങി. ഫെബ്രുവരി 27-ാം തീയതി 51 വീടുകളുടെ താക്കോൽ കൈമാറ്റ ചടങ്ങും നടത്തി. ഇന്നലെ ആ വീടുകളിലേക്ക് കുടുംബങ്ങളെത്തി, അവരുടെ ബന്ധുക്കളെത്തി. ചടങ്ങിൽ എളിമ പ്രകടമായി. സാദിഖലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി സാഹിബും PMA സലാം സാഹിബും PK ബഷീർ സാഹിബും PK ഫിറോസ് സാഹിബും അടങ്ങുന്ന ചുരുക്കം ചില നേതാക്കന്മാർ മാത്രം പങ്കെടുത്തു. പ്രഖ്യാപിച്ച 105 വീടുകളിൽ ബാക്കിയുള്ള 54 വീടുകൾ വൈകാതെ തന്നെ പൂർത്തിയാകും. മെയ് മാസത്തോടെ 25 വീടുകൾ കൂടി കൈമാറും എന്നാണ് സാദിഖലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചത്. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കെല്ലാം ഇതുപോലെ പാസുകൾ നൽകിയാണ് പരിപാടികൾ ക്രമീകരിച്ചത്. ഷറഫുദ്ദീൻ ഫൈസിയുടെ ക്ഷണമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. മലപ്പുറം ജില്ലാ വൈറ്റുകാട് ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് CH അബ്ബാസ് സാഹിബും മഞ്ചേരിയിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ഫവാസും സൈനുലാബിദും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. ഈ 10-ാം നമ്പർ വീടാണ് ഷറഫുദ്ദീൻ ഫൈസിക്ക് ലഭിച്ച വീട്. വീടിന്റെ ഓരോ മുക്കും മൂലയും ഞങ്ങൾക്ക് കാണിച്ചു തന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. വായിച്ചല്ലേ അത് പിന്നീട് ചെയ്താണ് അതിന് അക്സെപ്റ്റ് ചെയ്യാൻ താമസം 4 നമ്മളെ താമസാക്കും സാധനം കൊണ്ടുവരാണ്ട്
പത്തൊക്കെ മുറിച്ച് ഞങ്ങൾക്ക് തന്നാണ് ഷറഫുദ്ദീൻ ഫൈസി സന്തോഷം പങ്കിട്ടത് കേട്ടോ. മാഷാ അല്ലാഹ്, നല്ല സൗകര്യങ്ങളോട് കൂടിയ വീടുകൾ കണ്ടപ്പോൾ ഞങ്ങൾക്കും സന്തോഷം. ഈ ഒരു ചരിത്ര ദിനം രേഖപ്പെടുത്താൻ തൃക്കൈപ്പറ്റയിലേക്ക് എത്തിയത് ഒരുപാട് മാധ്യമങ്ങളാണ് കേട്ടോ. കേരളത്തിനകത്തെയും പുറത്തെയും മാധ്യമങ്ങളൊക്കെ ഇവിടെ സന്നിഹിതരായിരുന്നു കേട്ടോ. ഈ വീടുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനത്തെ ഒരു വിവാദം 12,000 രൂപ പണപ്പിരിവ് നടത്തി എന്നുള്ളതായിരുന്നു കേട്ടോ. ഇവിടുത്തെ വീട്ടുകാരെല്ലാവരും കൂടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവരൊരു ഫണ്ട് സമാഹരണം നടത്തി ഇങ്ങനെ ഒരു പരിപാടി വെക്കുന്നതിന് എന്തിനാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്? ഏതെങ്കിലും ഒരു കൂട്ടർക്ക് വീടുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയാത്തതിന്റെ കുനിഷ്ടു തീർത്തതാണോ? എന്തായാലും അവരവരുടെ പണിയെടുക്കട്ടെ, നമുക്ക് നമ്മുടെ പണികളും എടുക്കാം. പാണക്കാട് സെയ്ദ് സാദിഖലി ശിഹാബ് തങ്ങള് വന്ന് ആദ്യമായി കയറിയ വീടാണ് കേട്ടോ ഇത്. ഈ ഒരു പ്രൊജക്ടിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചതും ഈ വീടിന്റേതായിരുന്നു കേട്ടോ. ക്ഷണിക്കപ്പെട്ട നേതാക്കളും അതിഥികളും മാധ്യമ പ്രവർത്തകരും അടങ്ങുന്ന ഒരു വൻ പട തന്നെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നിരന്തരം മുസ്ലിം ലീഗിനെ വിമർശിച്ചും ഈ പ്രൊജക്ടിനെ വിമർശിച്ചും വാർത്ത നൽകിയവരും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു കേട്ടോ. അവർക്കൊക്കെയുള്ള ഒരു മധുര പ്രതികാരം കൂടിയാണ് ഈ ഒരു ചടങ്ങ് കേട്ടോ. വീണ്ടും പറയട്ടെ, ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന, ജില്ലാ, മണ്ഡല കമ്മിറ്റികൾ ഒന്നുമല്ല കേട്ടോ. ഈ ഒരു ദിവസത്തിൽ ഈ വീട്ടിലേക്ക് കയറിയിരിക്കുന്ന ഓരോ വീട്ടുകാരും അവരവരുടെ സമ്പാദ്യം ചെലവാക്കി സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് കേട്ടോ. മാഷാ അല്ലാഹ്, ചെറിയൊരു ചാറ്റൽ മഴ കൂടി ഉണ്ടായിട്ടോ ഈ സമയത്ത്. ഇതാണ് ചന്ദ്രട്ടന്റെ വീട്. പരമാവധി കഴിയുന്ന വീടുകളിലേക്കൊക്കെ കയറി മറ്റുള്ള വീട്ടുകാരോടൊക്കെ പുഞ്ചിരിച്ച് കൈ കാണിച്ച് ചെറിയൊരു ചാറ്റൽമയുടെ അകമ്പടിയോടുകൂടി പാണക്കാട് തങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുത്തു. വാക്കുകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിതുമ്പിയ ആ ഒരു കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ്. ഇങ്ങനെ വാക്കുകൾ ഇടറിയ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ എന്റെ ജീവിതത്തിൽ കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഞങ്ങളുടെ ആഗ്രഹത്തിൽ നടക്കുന്ന ഒരു ചടങ്ങല്ല, ഒരു പദ്ധതിയാണിത് എന്നുള്ളതുകൊണ്ട്. കാരണം നമ്മളെല്ലാവരും ദുരന്തം നടന്ന അന്ന് തന്നെ ദുരന്ത ഭൂമിയിൽ എത്തിയവർ അവിടുത്തെ എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളവരാണ്. അവിടെ നിന്ന് മൃതദേഹങ്ങൾ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത്, പരിക്കേറ്റവര് പ്രയാസത്തോടെ പേര് അന്ന് അവിടെ ഉണ്ടായി. അപ്പൊ അതിന്റെ 2 ദിവസത്തിന്റെ ഉള്ളിലാണ് ഞങ്ങൾ തീർത്തും വൈകാരികമായ ഒരു ചടങ്ങ്. പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും PMA സലാം സാഹിബും പി കെ ബഷീർ സാഹിബും കൽപ്പറ്റ MLA ടി സിദ്ദീഖ് അവറുകളും ഒക്കെ സംസാരിച്ചത് അതിവൈകാരികമായിട്ട് തന്നെയാണ്. വീട് കൂടൽ ചടങ്ങ് കൂടാനെത്തിയ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയി ഇങ്ങനെയൊക്കെയായിരുന്നു കാഴ്ചകൾ കേട്ടോ. നിരന്തരം വിമർശിച്ചിരുന്നവരും ഇപ്പോഴും വിമർശനം തുടരുന്നവരോടുമാണ് കേട്ടോ. 12,000 രൂപ ആര് പിരിച്ചു, എന്തിനു പിരിച്ചു, എങ്ങനെ പിരിച്ചു എന്നുള്ളതിന്റെ ഒക്കെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ വീട്ടുകാരെല്ലാവരും കൂടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഒരുപാട് കാറ്ററിംഗ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റുകളുമായി സംസാരിച്ച് അതിൽ നല്ലൊരു തുകക്ക് ഇങ്ങനെ ഒരു ഇവന്റ് നടത്തി തരാമെന്നൊരു ഉറപ്പ് കൊടുത്ത് ജന്ന കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് എന്ന സ്ഥാപനമാണ് 1000-ലധികം വരുന്ന ആളുകൾക്ക് ഇരിക്കാനും കുടിക്കാനും കഴിക്കാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയത്. ഭക്ഷണത്തിന്റെ മെനു പറയുകയാണെങ്കിൽ ബീഫ് ബിരിയാണി, ചിക്കൻ മന്തി, പൊറോട്ട, വെള്ളപ്പം, ചിക്കൻ ഗ്രേവി, സാലഡ്സ് ഒക്കെ ആയിരുന്നു കേട്ടോ. 1000-ലധികം ആളുകൾക്ക് വിളമ്പിയത് നല്ല രുചിയുള്ള ഭക്ഷണമായിരുന്നു കേട്ടോ. നിരന്തരം വിമർശിച്ചിരുന്ന ആളുകൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കരുത്. മുസ്ലിം ലീഗിന് നിങ്ങൾ ഓരോരുത്തരും നൽകിയ ഓരോ രൂപയും അർഹതപ്പെട്ടവരിലേക്ക് മുഴുവനായും എത്തി
എത്തിയിട്ടുണ്ട്. ഇത്രയും മനോഹരമായ ഒരു ഡിസൈൻ സമ്മാനിച്ച സ്തപ്തി ആർക്കിടെക്റ്റിന്റെ ടോണി സാറിനെയും സമയബന്ധിതമായി നല്ല രീതിയിൽ ഈ വർക്കുകൾ പൂർത്തീകരിച്ച നിർമ്മാൺ കമ്പനിയെയും നിർമ്മാൺ മുഹമ്മദ് അലിക്കയെയും കിണറിന്റെയും റോഡിന്റെയും വർക്കുകൾ പൂർത്തീകരിച്ച മലബാർ ടെക് കമ്പനിയെയും മലബാർ ടെക് ഉടമ അക്ബർക്കയെയും ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കട്ടെ. മുസ്ലിം ലീഗിന് ഇനിയും ഇതുപോലുള്ള ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കട്ടെ. നിരന്തരം വിമർശിക്കുന്നവർക്കും മറ്റും മുസ്ലിം ലീഗിനെ അനുകരിക്കാനുള്ള ബുദ്ധിയും തോന്നട്ടെ. അതിനായി നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. പരിപാടിയുടെ അവസാനത്തിൽ നല്ലൊരു മഴ തന്നെ പെയ്തിട്ടോ. ആ 51 വീട്ടുകാരുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് അവരുടെയൊക്കെ സന്തോഷം നേരിൽ കണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് യാത്ര തിരിച്ചു.